ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനും ആ വ്യക്തി നിങ്ങളുടെ പുറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വരാനും വേണ്ടിയിട്ടുള്ള കുറച്ച് സീക്രട്ടുകളാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ ധാരാളം ടെക്നിക്കുകളും സീക്രട്ടുകളും ഉണ്ട്. അതിലേതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഫ്രീ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് വീഡിയോ പൂർണ്ണമായിട്ടും കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിലീവ് സംതിങ് ഈസി എന്നുള്ളതാണ്. എത്ര വലിയ ആളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. അത് എളുപ്പമാണ്. നോട്ട് ദ പോയിന്റ്, ഇറ്റ് ഈസ് ഈസി. അത് എളുപ്പമാണ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇറ്റ്സ് ഡിഫിക്കൽട്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ലോ ഓഫ് അട്രാക്ഷനിൽ സംഭവിക്കുക. അത് ഒരിക്കലും തന്നെ അട്രാക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ എന്തൊരു കാര്യം നമ്മൾ എളുപ്പമാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നുവോ അത് പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ മറ്റൊരു രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് തടസ്സങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ എന്തൊക്കെ പോസിബിലിറ്റീസ് ആണുള്ളത് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ഈസി എന്നുള്ള രീതിയിൽ ചിന്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ രഹസ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. സോ ആ വ്യക്തിയെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഉറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സീക്രട്ട്. അപ്പോൾ ചില ആളുകൾക്ക് അത് ഡൗട്ടൊക്കെ ഉണ്ടാവും മനസ്സിൽ, എനിക്ക് പറ്റുമോ ഇല്ലേ. അപ്പോൾ ആ ഡൗട്ടിനെ നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് അഫർമേഷൻ നമുക്ക് ഡെയിലി ചാൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ പറയാം. അതെന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ താഴത്ത് കമൻ്റായിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് പതിയും. എന്നിട്ട് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപും ഈ ഒരു അഫർമേഷൻസ് പറയുക. അഥവാ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ് ഞാൻ സീക്രട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ഒരു സെൻറ്റൻസ് ഇന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഞാനിവിടെ കൈന എന്നുള്ള ഒരു പേര് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ കൈന എന്നുള്ള പേരിനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കൈന എൻ്റെ സ്വന്തമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ് സെൻറ്റൻസ്. എന്താണ്? കൈന എൻ്റെ സ്വന്തമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും പേര്, ആരുടെയെങ്കിലും അല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് ഇന്ന ആൾ സ്വന്തമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ സെൻറ്റൻസ് ഇനി മറന്നു പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി. ആ കമൻറ്റിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ ലേറ്റായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപും ഒരു 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് വാട്ട് വി ബിലീവ് വി അട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു സീക്രട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ട് വി ഫീൽ എന്നുള്ളതാണ്. നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്താണ്? പോസിറ്റീവാണോ നെഗറ്റീവാണോ? പോട്ടെ, എന്താണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക? കണ്ണടച്ചുകൊണ്ട് ബ്രീത്ത് ചെയ്ത് മൈൻഡിനെ കാമാക്കിയിട്ട് നമ്മൾ കുറച്ച് പകൽ സ്വപ്നം കാണും. അത് മാക്സിമം ഫീൽ ചെയ്യാം. ആ റിലേഷൻഷിപ്പിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് 1, 2, 3 സിറ്റുവേഷൻസ് മനസ്സിലോട്ട് കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതോ ഡിന്നർ കഴിക്കുന്നതോ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുന്നതോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് എടുക്കാം. എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഞാനൊന്ന് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും? അത് മാക്സിമം കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ ഫീൽ ചെയ്യുക. പകൽ സമയത്തല്ല കേട്ടോ, നിങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത്, ചുറ്റും ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത്, കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്താണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് മാക്സിമം ആ ഒരു ഫീല് എൻജോയ് ചെയ്യുക. ബിക്കോസ് വാട്ട് വി ഫീൽ, നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ഒരു സീക്രട്ടാണ്.
അപ്പോൾ ആളടുത്തുള്ളതായിട്ടും നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും ഒക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഫീൽ ചെയ്യുകയും ചെയ്യുക. അത് ഒരുപാട് സമയമൊന്നും ചെയ്യണമെന്നില്ല. ഒരു 3 minutes ഒക്കെ നിങ്ങൾ 1-2 സിറ്റുവേഷൻ എടുത്തിട്ട് ഡെയിലി രാവിലെ എണീറ്റ ഉടനെ ആണ് ഞാൻ ടൈം സജസ്റ്റ് ചെയ്യുന്നത്. എണീറ്റ ഉടനെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി ചെയ്യുമ്പോൾ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലുള്ള ഒരു 3ാമത്തെ സീക്രട്ട് കൂടി നമ്മൾ ആ ഒരു കാര്യത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഈ 3 സീക്രട്ടുകൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രണയിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരും. മാത്രമല്ല നിങ്ങളെ തീവ്രമായിട്ട് സ്നേഹിക്കുകയും ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 സീക്രട്ട് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് റിമെമ്പർ ചെയ്യാം. ഒന്ന്, ഇറ്റ് ഈസ് ഈസി എന്നുള്ളത് ചിന്തിക്കുക. 2ാമത്തെ കാര്യം, വാട്ട് വി ബിലീവ് വി അട്രാക്റ്റ് എന്നുള്ളത് ചിന്തിക്കുക. അതിനുവേണ്ടി ഒരു അഫർമേഷൻ ഞാൻ പറഞ്ഞു തന്നു. 3ാമതായിട്ട് നമ്മൾ പറഞ്ഞത് വാട്ട് വി ഫീൽ എന്നുള്ളതാണ്. നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നോ അത് നമ്മൾ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്ര വലിയ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം പറയാനുള്ളത്, നമുക്ക് ഈ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു വ്യക്തിയെ എങ്ങനെ നമുക്ക് വളരെയധികം സ്നേഹിക്കാം, മാത്രമല്ല ആ വ്യക്തിയുമായിട്ടുള്ള ആ കെമിസ്ട്രി, ഇൻറ്റിമസി ഇതൊക്കെ വർക്കൗട്ടാക്കാനും ആ വ്യക്തി നിങ്ങളെ അഡിക്റ്റഡ് ആവുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കാനും ആ സ്നേഹം നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനും ഒക്കെ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ആരാണ് ആഗ്രഹിക്കാത്തത്? നമ്മൾ പ്രണയിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടാവും, പക്ഷേ ആ വ്യക്തി അതുപോലെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടാവില്ല. അപ്പം നമുക്കൊരു സങ്കടം ഉണ്ടായിരിക്കും അല്ലേ, എന്നെയും ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്ന അതുപോലെ തന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകും. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളെ വളരെ തീവ്രമായിട്ട് സ്നേഹിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒരിക്കലും ഇട്ടേച്ചു പോകരുത്, എന്നും എൻ്റെ ജീവിതത്തിൽ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം കിട്ടും. നിങ്ങളെ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട്, വാല്യൂ ഉള്ള ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി കാണും, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകും, നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ചിന്തിച്ചാലാണ് അത് സംഭവിക്കുക, എങ്ങനെ ചിന്തിക്കാതിരിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലോ ആണ്. നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ എത്രത്തോളം നമ്മൾ ഹാപ്പി ആയിട്ട് ചിന്തിക്കുന്നോ, എങ്ങനെയൊക്കെ ചിന്തിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് വലിയ രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടെക്നിക്കുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു കോഴ്സാണ് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ അതിൽ ധാരാളം ടെക്നിക്കുകളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്, ഇപ്പോൾ റിലേഷൻഷിപ്പ് ഓൾറെഡി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും നല്ലതാണ്. ഇനി അതല്ല, എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ അത്തരം ടെക്നിക്കുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്കൊന്നുകൂടി തീവ്രമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ആളുകൾക്കും ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. താല്പര്യമുള്ള ആളുകൾക്ക് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അറിവ് എപ്പോഴും നമുക്ക് നല്ലതാണ്. നമ്മുടെ തോട്ടുകൾ നന്നാവുമ്പോൾ, നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ തീർച്ചയായിട്ടും പുതിയ പുതിയ അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ റിലേഷൻഷിപ്പിലുണ്ടാവും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് മാത്രമല്ല, വേറെ എന്താഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ബേസിക്കായിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട്. പ്രാക്ടിക്കൽ വശമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്കൊരു തിയറി മാത്രമാണ് കിട്ടുന്നത്. അത് നമ്മുടെ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 21 ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷൻ്റെ തന്നെ ഒരു കോഴ്സുണ്ട്. നമ്മുടെ ഡ്രീം, പാഷൻ, കരിയർ ഇതൊക്കെ സക്സസ് ആക്കാം. വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിലെ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന
എന്ത് പ്രോബ്ലം ആണെങ്കിലും അതിനുള്ള സൊല്യൂഷനുണ്ട്. സൊല്യൂഷന് വേണ്ടിയിട്ട്, സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. സപ്പോർട്ടിന് വേണ്ടി വിളിക്കും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ ടോപ്പിക്ക്, നമ്മൾ ആദ്യം സംസാരിച്ച ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. എനിവേ, താങ്ക് യു. നമസ്തേ.